പാലായിൽ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട ദിയ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. വയസ്സുള്ള ദിയ പുളിക്കക്കണ്ടമാണ് പാലായുടെ പുതിയ ചെയർപേഴ്സൺ. രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ കൂടി നഗരസഭാ അധ്യക്ഷ കൂടിയാണ് ദിയ പുളിക്കക്കണ്ടം. പാലായെ ഇനി 21കാരി ദിയ നയിക്കും. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, അവിടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ തന്നെ ഏകദേശം ധാരണയിലെത്തിയതാണ് പുളിക്കക്കണ്ടം കുടുംബവുമായി. ഇപ്പോൾ UDF ഭരണസമിതി അധികാരമേൽക്കുന്നു. നയിക്കാൻ 21കാരി ദിയയെ. എങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ്? സൈഫുദ്ദീൻ, ദിയ പുളിക്കക്കണ്ടം പാലാ നഗരസഭയെ നയിക്കും. ആദ്യ ടൈമിൽ ദിയ പുളിക്കക്കണ്ടം പാലാ നഗരസഭ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സത്യപ്രതിജ്ഞ പൂർത്തിയായിരിക്കുന്നു. UDFന് 14 വോട്ടും LDFന് 12 വോട്ടും തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു. ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് നടക്കും. നേരത്തെ PC സൂചിപ്പിച്ചതുപോലെ ഏറെ സസ്പെൻസുകൾ നിറഞ്ഞൊരു ചർച്ചകൾ, രാഷ്ട്രീയ നീക്കങ്ങളൊക്കെയും കണ്ടതാണ്. ഇന്നലെ വൈകിട്ടാണ് അധ്യക്ഷ എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത്. 21കാരി ദിയ പുളിക്കക്കണ്ടം പാലാ നഗരസഭയെ നയിക്കും. പാലായിൽ സ്വതന്ത്രരായി മത്സരിച്ച ബിനു പുളിക്കക്കണ്ടം മകൾ ദിയ, അതോടൊപ്പം സഹോദരൻ ബിജു എന്നിവർ നിർണായക ശക്തിയായി മാറുകയും LDFും UDFുമായി ചർച്ച നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടന്ന് ഏറ്റവും ഒടുവിലാണിപ്പോൾ ദിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. ദിയയുടെ പിതാവ് രാവിലെ നമ്മളോട് പറഞ്ഞത് ഇതൊരു മധുര പ്രതികാരമാണ്. കാരണം ജോസ് കെ മാണിയുമായി നേരിട്ട് ഏറ്റുമുട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ പോരാട്ടം നയിച്ച് LDFിൽ നിന്നും പുറത്തുപോയ ബിനുവിന് ഇതൊരു മധുര പ്രതികാരമാണ്. തൻ്റെ മകളിലൂടെ പാലാ നഗരസഭാ ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെയും ദിയയെ അനുമോദിക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുണ്ട്. മാണി സി കാപ്പൻ MLA, മോൻസ് ജോസഫ് MLA, UDFിൻ്റെയൊക്കെ ജില്ലാ നേതാക്കളൊക്കെയും ഇപ്പോൾ നഗരസഭാ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും മറ്റൊരു വിമതയായി മത്സരിച്ച മായ രാഹുൽ, കോൺഗ്രസിൻ്റെ മായ രാഹുലും UDFിനെ പിന്തുണച്ചതോടുകൂടിയാണ് UDFിൻ്റെ ഭരണം സാധ്യമായത്. മായ രാഹുൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും മത്സരിക്കുന്നുണ്ട്. ഏവരും ഉറ്റുനോക്കിയിരുന്നത് പാലായിലാണ്. പാലായിലെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ജോസ് കെ മാണിക്ക് വലിയ തിരിച്ചടി നൽകാൻ UDFിന് കഴിഞ്ഞു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. കേരള കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരു ഭരണസമിതി ഇവിടെ സാധ്യമായിരിക്കുന്നു എന്നതാണ് UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം. കേരള കോൺഗ്രസ് മാണി വിഭാഗം വർഷങ്ങളായി കൈകാര്യം ചെയ്തിരുന്ന പാലാ നഗരസഭാ ഭരണം അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നഷ്ടമായിരിക്കുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രതിപക്ഷത്തിരിക്കുന്നു. നേരത്തെ LDFിൽ നിന്നും പുറത്തുപോയ ബിനു പുളിക്കക്കണ്ടവും മകൾ ദിയയും സഹോദരൻ ബിജു പുളിക്കക്കണ്ടവും അടക്കമുള്ളവരുടെ പിന്തുണയിൽ UDF അധികാരത്തിലെത്തിയിരിക്കുന്നു. 21കാരി ദിയ പുളിക്കക്കണ്ടം അങ്ങനെ പാലാ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുകയാണ്. ഏവരും കരഘോഷങ്ങളോടെ ദിയയെ ഡയസിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. മുതിർന്ന നേതാക്കളെയൊക്കെ നമുക്ക് കാണാം. MLA ഉണ്ട് അടക്കമുള്ളവർ ദിയയെ ഷാൾ അണിയിച്ച് അനുമോദിക്കുന്നത് കാണാം. വലിയ UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. പാലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന UDFിൻ്റെ നേട്ടം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ കരുത്താകും. ജില്ലയിലാകെ കേരള കോൺഗ്രസിനെ പ്രതിപക്ഷത്തിരുത്താൻ സാധിച്ചതും ജോസ് കെ മാണിക്ക് മറുപടി നൽകാൻ സാധിച്ചതും വലിയ നേട്ടമായി UDF കാണുന്നു. അതുകൊണ്ട് UDF തുടക്കം മുതൽ തന്നെ ബിനു പുളിക്കക്കണ്ടവും കുടുംബാംഗങ്ങളും UDFിനെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ആ പ്രതീക്ഷകൾക്ക് പക്ഷേ ചില ഉപാധികൾ ബിനു പുളിക്കക്കണ്ടം മുന്നോട്ട് വെച്ചു. ആദ്യ ടൈമിൽ തന്നെ മകൾ ദിയയെ അധ്യക്ഷയാക്കണമെന്നുള്ള ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ ആവശ്യം UDF നേതൃത്വം അംഗീകരിച്ചു. ഇന്നലെ വൈകിട്ട് വരെ നടന്ന മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് ആ തീരുമാനത്തിലേക്ക് പോയത്. ഒടുവിൽ ദിയയെ അധ്യക്ഷയാക്കുവാനും മറ്റൊരു വിമതയായി മത്സരിച്ച് ജയിച്ച മായ രാഹുലിനെ വൈസ് ചെയർപേഴ്സൺ ആക്കുവാനുമുള്ള തീരുമാനത്തിലേക്ക് UDF എത്തി. ഇന്നലെ രാത്രി 8:00 ആ പ്രഖ്യാപനം ഉണ്ടായത്. ആദ്യ പ്രതികരണം തന്നെ ദിയ പറഞ്ഞത് പ്രായം ഒരു നമ്പർ മാത്രമാണ്, തനിക്ക് ഒട്ടേറെ കാഴ്ചപ്പാടുകളുണ്ട്, ഇടപെടൽ നടത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷകളാണ് ദിയ പുളിക്കക്കണ്ടം പങ്കുവച്ചത്. ബിരുദധാരിയായ ദിയ പുളിക്കക്കണ്ടം അങ്ങനെ പാലാ നഗരസഭയുടെ അമരത്ത് എത്തിയിരിക്കുകയാണ്.
നമുക്കൊരു പക്ഷേ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ കൗൺസിൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും. അത്രത്തോളം ചെറുപ്പക്കാരെ പരിഗണിക്കുവാനും കൂടെ UDFന് ദിയയിലൂടെ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമായി UDF കരുതുന്നുണ്ട്. എന്തായാലും ഉച്ച കഴിഞ്ഞാണ് ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കും. എന്തായാലും ഇപ്പോൾ ദിയയെ നേതാക്കളും പ്രവർത്തകരും അനുമോദിക്കുന്ന ചടങ്ങും നഗരസഭയിൽ പുരോഗമിക്കുകയാണ്. ബ്രദർ സഹോദരൻ ബിജു പുളിക്കക്കണ്ടം ആലിംഗനം ചെയ്താണ് ദിയയെ അഭിനന്ദനം അറിയിച്ചത്. എന്തായാലും ബിനു പുളിക്കക്കണ്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മധുര പ്രതികാരം തന്നെയാണ്. തന്നെ പുറന്തള്ളിയ നഗരസഭയിൽ തൻ്റെ മകളിലൂടെ അധ്യക്ഷ സ്ഥാനവും ഭരണവും പിടിക്കാൻ ബിനു പുളിക്കക്കണ്ടത്തിനാകുന്നു. ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ കഴിഞ്ഞ 20 വർഷത്തെ പാർലമെന്ററി പ്രവർത്തന രീതി, കൗൺസിലറായുള്ള അനുഭവ സമ്പത്ത് മകൾക്ക് കരുത്താകുമെന്നുള്ള പ്രതീക്ഷ ബിനു പുളിക്കക്കണ്ടം പങ്കുവെക്കുകയും ചെയ്യുന്നു. പുളിക്കക്കണ്ടം ഇപ്പോൾ ഡയസിൽ എത്തി അവിടെ അനുമോദന ചടങ്ങ് നടക്കുകയാണ്. ഫ്രാൻസിസ് ജോർജ് MP സംസാരിക്കുകയാണ്. സൈഫുദ്ദീൻ.